Get ready. Ma'am is here. I've been working nightly. If you think you'll win, nah, unlikely. I be taking shots, yeah, cold-blooded, icy. Watching numbers grow is what I call sightseeing. Swagger down the street with your red lips and funky beat. You better hold your head up to the sky. I'm gonna roll with you till the day I die. എൻ്റെ കർത്താവേ. എക്സ്ക്യൂസ് മീ മാം, മേ ഐ കമ്മിങ്? യെസ്, കമ്മിങ്. അത് മാഡം, ഒരു പ്രോബ്ലം ഉണ്ട് മാം. മൂർത്തിയുടെ കമ്പനിയായിട്ടുള്ള പ്രോജക്റ്റ് നമുക്ക് നഷ്ടമായി. വാട്ട്? താനെന്താ രാവിലെ തന്നെ വന്ന് എന്നോട് തമാശ പറയാണോ? ഓൾറെഡി മൂർത്തിയുടെ കമ്പനിയായിട്ടുള്ള പ്രോജക്റ്റ് നമ്മളായിട്ട് ഉറപ്പിച്ചതല്ലേ. പിന്നെ എന്താ പറയുന്നേ? അത് മാം, നമ്മൾ മീറ്റിങ്ങിലെത്തി സൈൻ ഇടുന്നതിന് മുന്നേ ആ വർമാസ് കമ്പനി സൈൻ ഇട്ടു. അതും CEO സാറ് നേരിട്ട് ചെന്നു. CEO? ഓ ഡാം ഇറ്റ്! എന്ത് നിസ്സാരമായിട്ടാ നിങ്ങളിത് പറയണേ? എത്ര രൂപയുടെ നഷ്ടമാണ് പറഞ്ഞതറിയോ? അതുപോലെ ആ വർമാസ് കമ്പനി ഈ ഒരൊറ്റ പ്രോജക്റ്റ് കൊണ്ട് നമ്മളെ തലപ്പത്തെത്തും. ഓ ബുൾഷിറ്റ്! നിങ്ങളെയൊക്കെ ഇതിനാണോ ഇവിടെ ശമ്പളം തന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? വേർ ഇസ് ജെറി? ഐ നീഡ് ടു ടോക്ക് ടു ഹിം റൈറ്റ് നൗ. വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ ക്യാമറയിൽ വിത്ത് എക്സ്പ്ലനേഷൻ ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് വരാൻ പറയണം. യു ഗോട്ട് ഇറ്റ്? യെസ് മാം. എൻ്റെ കർത്താവേ, ഈ യക്ഷി നമ്മൾ എന്ന് തിന്നുവെന്നാ തോന്നണേ. ആ വർമ്മ ഗ്രൂപ്പ് ബുദ്ധിപരമായി നീങ്ങിന് നമ്മൾ എന്ത് ചെയ്യാനാ? ഈ ജെറി എവിടെ പോയി? ആ ജെറി. സെലീന, എന്തായടോ? മാഡം പ്രോജക്റ്റ് പോയ കാര്യം അറിഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോന്നോ? മാഡം എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാത്ത എന്തോ ഭാഗ്യം. നീ പേടിക്കണ്ട, നിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. വിത്തിൻ സെക്കൻഡ്സിൽ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷനായിട്ട് മാഡത്തിൻ്റെ ക്യാബിനിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഇന്ന് എന്നെ തൂക്കിക്കൊല്ലും. ഇതിലും ഭേദം നരകമാണ് എൻ്റെ കർത്താവേ. ഇതും പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കാതെ ഫയലും എടുത്ത് പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നീട് ചെല്ലേണ്ടി വരില്ല. എന്റെ സൂര്യ സാറേ, ഇതൊരു ഒന്നൊന്നര അടിയായി പോയി. ആ കൃഷ്ണ ഗ്രൂപ്പിനും അവധിക്കാൻ മേഡത്തിനും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast.
എനിക്കും അതാ വേണ്ടത്. അവളുടെ കൈക്കുള്ളിലായി എന്ന് സന്തോഷിച്ചിരുന്നതല്ലേ ഇന്ന് എൻ്റെ ഉള്ളം കൈകളിൽ എത്തിയത്. ഛേ, എന്നാലും ആ പ്രോജക്റ്റ് സൈൻ ഇടുമ്പോൾ അവളെ എംപ്ലോയീസിന് പകരം ഞാൻ അവളെയാ പ്രതീക്ഷിച്ചത്. അവളാ തോറ്റ് നിൽക്കുന്ന മുഖം എനിക്ക് കാണാൻ സാധിച്ചില്ല. സാരമില്ല, എന്തായാലും ഇത്ര പെട്ടെന്ന് ആ മൂർത്തി നമുക്ക് ഈ പ്രോജക്റ്റ് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആഹാ, എൻ്റെ അനിയൻ എന്തോ വെട്ടിപ്പിടിച്ച പോലെ സന്തോഷത്തിലാണല്ലോ. എന്താടാ എനി ഹാപ്പി ന്യൂസ്? ആ ഏട്ടാ, പിന്നെ ഹാപ്പി ന്യൂസ് ഉണ്ടോന്നോ? അതല്ലേ ഉള്ളൂ. എന്തായാലും ഏട്ടാ വന്ന ടൈമിങ് അതെന്തായാലും കറക്റ്റ്. ആഹാ, അതെന്താ ഏട്ടാ, ഞങ്ങളോട് അറിയട്ടെ. അല്ല, നീ ഉണ്ടായിരുന്നു? നീ ഇന്ന് എസ്റ്റേറ്റിൽ പോവാന്ന് പറഞ്ഞിട്ട്? ഓ, പോയില്ല. അച്ഛൻ പൊക്കോളാന്ന് പറഞ്ഞു. അവിടെ വേറെ എന്തോ പ്രോഗ്രാം കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ വീട്ടിൻ്റെ കൂടെ ഇങ്ങ് പോന്നു. അല്ല, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഏട്ടൻ എന്താ ഹാപ്പി ന്യൂസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞേ? എന്താ ഏട്ടാ ഹാപ്പി ന്യൂസ്? അത് വേറൊന്നുമല്ല, മൂർത്തീസ് ഗ്രൂപ്പുമായിട്ടുള്ള പ്രോജക്റ്റ് ഞാൻ ഇങ്ങോട്ട് തട്ടി. എന്താ മൂർത്തീസ് കമ്പനിയായിട്ടുള്ള പ്രോജക്റ്റ്? അത് കൃഷ്ണ ഗ്രൂപ്പല്ലേ സൈനഡ് ആയിരുന്നേ? അതിന് ഈ സൂര്യജിത്ത് വർമ്മ ഇങ്ങനെ വടി പോലെ ഇരിക്കുമ്പോൾ നടക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ കൃഷ്ണകുമാറിനെ അയാളുടെ മോളും നമ്മളെ കമ്പനിക്കും ഇത് വളരെ ഞാൻ സമ്മതിക്കുമോ? നോ വേ. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് ഞാനിങ്ങ് തൂക്കി. ആഹാ, കൊള്ളാലോ. അല്ല ഏട്ടാ, അതെങ്ങനെ? വാക്ക് പറഞ്ഞാൽ മാറ്റാത്ത ആളല്ലേ മൂർത്തി. പിന്നെ എങ്ങനെ അയാൾ കൃഷ്ണ ഗ്രൂപ്പിന് കൊടുക്കാമെന്ന് ഏറ്റ പ്രോജക്റ്റ് നമുക്ക് തന്നത്? പണത്തിന് മീതെ പരന്തും പറക്കില്ലെന്നല്ലേ? കൃഷ്ണ ഗ്രൂപ്പ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതിനേക്കാൾ ലാഭത്തിൽ ഈ പ്രോജക്റ്റ് ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റു, വിത്ത് 100 crore പ്രോഫിറ്റ്. അങ്ങനെയുള്ള ഡീലിൽ മൂർത്തി എന്നല്ല അംബാനി പോലും സമ്മതിക്കും. അല്ല, അവന്തിക ഇതറിഞ്ഞോ? നീ കണ്ടായിരുന്നോ അവളെ? ഇല്ല, അതാ എൻ്റെ വിഷമം. അവൾ തോറ്റ് കാറ്റ് പോയി നിൽക്കണം മുഖം. ഒത്തിരി ആഗ്രഹിച്ച ഞാൻ ഈ പ്രോജക്റ്റ് നേരിട്ട് സൈൻ ഇടാൻ പോയി. പക്ഷേ അവളെ കമ്പനി എംപ്ലോയീസും പിന്നെ ആ മാനേജർ ജെറി വർഗീസില്ലേ, അവന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, അവൾക്കിട്ട് പറയാൻ വെച്ചിരുന്ന മാസ ഡയലോഗ്സ് ഞാൻ ആ മാനേജർ തൻ്റെയോട് പറഞ്ഞിട്ടുണ്ട്. അതവ ഇപ്പം തന്നെ ആ ഭദ്രകളോട് പറഞ്ഞാണ്. എനിക്കത് മതി. ഏട്ടാ, ആ ഡയലോഗ്സൊക്കെ കറക്റ്റായിട്ട് അങ്ങ് എത്തിയാൽ മതി. അല്ല, എന്താ പറഞ്ഞു വിട്ടേ? മറ്റേ സുരേഷ് ഗോപി പറയുന്ന പോലെ ഓ ഷിറ്റ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, അതൊക്കെയാണോ? പോടാ. അല്ല, നിങ്ങൾ കഴിച്ചിട്ടാണോ വന്നേ? ഞാൻ ഇതിൻ്റെ തിരക്കിലായണ്ടേ ഒന്നും കഴിച്ചില്ല. നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും തട്ടാം. വാ. വേണ്ടടാ, ഞാൻ കഴിച്ചിട്ടാ വന്നേ. നിങ്ങൾ പോയി കഴിച്ചോ. ഈ ഏട്ടൻ എന്താ കടന്നിലെത്തി പോലെ നിൽക്കണേ? എന്താ ഏട്ടാ? ഏട്ടനല്ലെങ്കിലും ആ വടകക്ഷിയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ. ഓഹോ, ഇനി എൻ്റെ മെക്കിട്ട് കയറാതെ എവിടെയാന്ന് വെച്ച് പോയിട്ട് വാ. ഓ, ഏട്ടന് വേണ്ടെങ്കിൽ വേണ്ട. സൂര്യേട്ടാ വാ, നമുക്ക് പോയി കഴിക്കാം. ഞാൻ രാവിലെ കഴിച്ചതാന്നേ, എന്നാലും എന്തോ വീണ്ടും വിശക്കുന്നു. എന്താ അല്ലേ? അതങ്ങനെയാണല്ലോ, ഏട്ടനറിയാം. വാ. പിന്നെ മാഡം, പോവാൻ നേരത്ത് ആ സൂര്യജിത്ത് എന്നോട് കുറച്ച് റൂഡായിട്ടാണ് സംസാരിച്ചേ. എന്നിട്ട് ഇത് നിന്റെ മാഡത്തിനോട് പറയണമെന്ന് പറഞ്ഞു. ആഹാ, ഇതാരൊക്കെയാ? അവന്തിക മാഡത്തിന്റെ പരിചാരകരല്ലേ? എന്തേ അവന്തിക തമ്പുരാട്ടി എഴുന്നള്ളിയില്ലേ? ഷേ, അവളെയാ ഞാൻ പ്രതീക്ഷിച്ചത്. അവളെ തോൽവി സമ്മതിച്ച മുഖം എനിക്കിന്ന് കാണാൻ പറ്റില്ലല്ലോ. സൂര്യ സർ, കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. മാറി, നീ സൂര്യജിത്തിനെ കൂടുതൽ മര്യാദ പഠിപ്പിക്കണ്ട. നിന്റെ മാഡത്തിന്റെ ധൈര്യത്തിലാണ് നീ കിടന്ന് ഉണ്ടാക്കുന്നെങ്കിലേ നിനക്ക് ആള് തെറ്റി. നിന്റെ വടേക്ഷ മാഡത്തിനെ പോലും ഈ സൂര്യജിത്തിന്റെ തായ സ്വഭാവം അറിയില്ല. അതുകൊണ്ട് വെറുതെ എൻ്റെ കൂറ സ്വഭാവം എടുപ്പിക്കരുത്. അത് നിന്റെ മാഡത്തിൻ്റെ അടുത്ത് കൂടി പറഞ്ഞേക്ക്.
സൂര്യ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. വർമാസ് കമ്പനിയിലെ CEO ഇപ്പൊ എൻ്റെ പാവ ഏട്ടനല്ല, സ്വഭാവം കൊണ്ട് മൂത്തേനമായ സൂര്യജിത്ത് വർമ്മയാണെന്ന് പറഞ്ഞേക്ക്. അവളെ തന്തയും കൂടി കെട്ടിപ്പടപ്പിച്ചതെല്ലാം ഈ സൂര്യ വിചാരിച്ചതെ ഇതുപോലെ തകർത്തെറിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവളോടും അവളെ തന്തയോടും ഇനി കളിക്കുമ്പോൾ 2-3 വട്ടം ആലോചിച്ചിട്ട് അത് കളത്തിലിറങ്ങാനെന്ന് പറഞ്ഞേക്ക്. അല്ല, തോൽപ്പിച്ചടങ്ങും എന്നാണെങ്കിൽ ദേവവർമ്മയുടെ രണ്ടാമത്തെ നടുവിലെയും പുത്രനായ സൂര്യജിത്ത് വർമ്മയായിരിക്കും എതിരെ കളിക്കിറങ്ങുന്നത്. വേരുടെ പിഴുതെറിഞ്ഞ് കത്തിച്ചളയെന്ന് പറഞ്ഞേക്ക്. എന്നാ പോട്ടെ. ഹായ് ലേഡീസ്, സെലീന ഈ ഇയറിങ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അപ്പോ ശരി. To the belly, half flooded out wrist. I got K's in the bank, in that bag I can't lift. If the chopper tryna sing, then we might just hit a riff. All the diamonds be so shiny, and I thought it was a miss. Flooded out wrist. I got K's in the bank, in that bag I can't. അവൻ എന്നെ വെല്ലുവിളിക്കാറായോ? വർമാസ് ഗ്രൂപ്പിലെ CEO സൂര്യജിത്ത് വർമ്മ ആണെങ്കിൽ ഞാൻ കൃഷ്ണ ഗ്രൂപ്പിലെ CEO അവന്തിക കൃഷ്ണകുമാറാണ്. അങ്ങനെ തോറ്റ് പിന്മാറാൻ മാത്രം ഭീരുവല്ല. അവൻ്റെ ഓലപ്പന്ത് കാട്ടിയുള്ള പേടിപ്പിക്കല് അവൻ പഠിച്ച മുംബൈ കോളേജിലെ നടക്കൂ. ഇതിനുള്ള മറുപടി അവന് വൈകാതെ തന്നെ കൊടുത്തിരിക്കും. ഇത് അവന്തികയോ പറയണേ. To the belly, half flooded out wrist. I got K's in the bank, in that bag I can't lift. If the chopper tryna sing, then we might just hit a riff. All the diamonds be so shiny, and I thought it was a miss. Flooded out wrist. I got K's in the bank, in that bag I can't lift. അപ്പു മോളെ, പപ്പ ഈ കേട്ടതൊക്കെ ശരിയാണോ? ആ മൂർത്തിയായിട്ടുള്ള പ്രോജക്റ്റ് ആ വർമ്മ ഗ്രൂപ്പ് തട്ടിയെടുത്തു അല്ലേ? വാട്ട്സ് ഹാപ്പനിങ് അപ്പു? അവരെങ്ങനെ ഇത്? നമ്മളെ കമ്പനിയിൽ ഇപ്പൊ എന്താ നടക്കണേ? ഈ ഒരു പ്രോജക്റ്റ് ഇത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് അറിയാമോ? പപ്പ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ പപ്പ, അവര് നമുക്ക് തരാമെന്ന് ഏറ്റതാ. പക്ഷെ ആ വർമാസ് ഗ്രൂപ്പ് നമ്മൾ ചെയ്യാമെന്ന് ഏറ്റതിനേക്കാൾ ലാഭത്തിൽ ഇത് ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റു. ഇത് നമുക്ക് ഏറ്റൊരു അടി തന്നെയാ. അപ്പോ വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അത് പപ്പ, എന്റെ മോക്കപ്പോ ഒരു പ്ലാനിങ്ങും ഇല്ലെന്ന്. ഈ CEO സ്ഥാനം ഞാൻ ഒഴിഞ്ഞ് എന്റെ മകൾക്ക് കൊടുത്തപ്പോ ഈ അച്ഛന് ഒരു ഉറപ്പുണ്ടായിരുന്നു. I was giving the company to a safe hands. But now it feels I took a wrong decision. എല്ലാരും എന്നോട് ചോദിച്ചതാ, ബിസിനസ് കൊളീഗ്സ് ഉൾപ്പെടെ, ഒരു പെൺകുട്ടിക്ക് ഇതുപോലൊരു പദവി കൊടുക്കുമ്പോൾ ടു ബി വെരി കെയർഫുൾ. പക്ഷെ അതൊന്നും ഞാൻ വകവെച്ചിട്ടില്ല. I was damn sure that my daughter can do it like what I have done. പക്ഷേ ഇന്നതേ ഇതുപോലെ തോറ്റു നിൽക്കുമ്പോൾ അച്ഛനെന്ന നിലയ്ക്ക് ഐ ഫീൽ പിറ്റി അബൌട്ട് ഇറ്റ്. അപ്പോ ആ അഭിജിത്തിന്റെ മുന്നിൽ എന്റെ മോള് തോറ്റു നിൽക്കുന്നത് ഈ പപ്പ തോറ്റു നിൽക്കുന്ന പോലെയാ. പപ്പ പ്ലീസ്. വർമാസ് ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ CEO പഴയ അഭിജിത്ത് വർമ്മയല്ല, ദേവവർമ്മയുടെ രണ്ടാമത്തെ മകൻ സൂര്യജിത്ത് വർമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി അവന്തിക കൊടുത്തിരിക്കും. തോറ്റ് പിന്മാറുമായിരുന്നു, അത് വേറെ ആരായിരുന്നെങ്കിലും. പക്ഷെ ഇതങ്ങനെ തോൽക്കാൻ ഈ അവന്തിക തയ്യാറല്ല. സൂര്യയോ? അവനോ? ഓ, അപ്പൊ ദേവവർമ്മ തന്റെ മുടിയനായ പുത്രനെ ഇറക്കി കളിച്ചു തുടങ്ങി. മോളെ അപ്പു, നമ്മൾ എന്നാ സൂക്ഷിച്ചു വേണം ഇനി കരുക്കള് നീക്കാൻ. ബാക്കി രണ്ടിനെയും പോലെ അല്ല ആ സൂര്യജിത്ത്. വെട്ടിയ മുറി കൂടുന്ന ഇനമാ. കേട്ടതിൽ വെച്ച് ദേവവർമ്മയുടെ മക്കളിൽ ഉഷിരും വാശിയും കൂടി ഇനം. അവരെ കുടുംബത്തിലെ താൻ തോന്നി ഒരിറ്റ ഭയം പോലും ഇല്ലാത്തവൻ. അങ്ങനെയുള്ളവന് മരണം പോലും പേടി കാണില്ല. സോ വി നീഡ് ടു ബി കെയർഫുൾ. മോള് ചെല്ലുക.
ഫ്രഷായി എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. എന്നാലും ഇങ്ങനൊരു കളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പപ്പയുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി പോയില്ലേ. പപ്പ വിശ്വസിച്ച് തന്ന പൊസിഷൻ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ എനിക്കൊരു കഴിഞ്ഞില്ലല്ലോ. മേ ബി ഷെയിം ഓൺ മീ. ചേച്ചി To the belly, had a flooded out wish. I got K's in the bank, in that bag I can't lift. If the chop അച്ചു, നീയോ? നീ എന്താ മോളെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങിയില്ല. കണ്ടിട്ട് എന്താ പറയാൻ വന്ന പോലെ ഉണ്ടല്ലോ. എന്താ മോളെ, ചേച്ചിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഒന്നുമില്ല, ചേച്ചിയെ വെറുതെ ഒന്ന് കാണാൻ. പിന്നെ യു ലുക്കിംഗ് സോ സ്ട്രെസ്ഡ് ചേച്ചി. ഞാൻ താഴെ സംസാരിച്ചതൊക്കെ കേട്ടു. എന്തിനാ ചേച്ചി, എന്തിനാ വെറുതെ പപ്പയുടെ താളത്തിനൊത്ത് തുള്ളുന്നേ? എന്തിനാ ഇപ്പോഴും അവരോടൊക്കെ ഈ ദേഷ്യം? 2 വർഷം മുമ്പ് കഴിഞ്ഞതല്ലേ? അതിൻ്റെ പേരിൽ ചേച്ചി ഇപ്പോഴും വേണ്ട ചേച്ചി. അച്ചു മതി, ഇതിനെ പറ്റിയാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കണമെന്നില്ല. പോയിരുന്ന് എന്തെങ്കിലും പഠിക്ക്, ചെല്ല്. ചേച്ചി, ഇതൊന്നും ചേച്ചിക്ക് താല്പര്യമായിട്ട് നിൽക്കുന്നല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ചേച്ചി എത്ര മറക്കാൻ ശ്രമിച്ചാലും ഈ ആവണിക്ക് മനസ്സിലാക്കും. എന്തിനാ എല്ലാം മനസ്സിൽ വെച്ച് പപ്പയുടെ ക്രൂരതയ്ക്ക് ഇങ്ങനെ കൂടെ നിൽക്കുന്നേ? നമ്മളോട് ചെയ്തതിനൊക്കെ അവരെത്രയോ വട്ടം മാപ്പ് പറഞ്ഞു. അഭിയേട്ടൻ ചേച്ചിയുടെ കാറ് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഈ വീരം വാശി നിങ്ങൾക്ക് 2 പേർക്കും? അവരുടെ തകർച്ചയാണോ? ഇനിയും വേണോ? തകർക്കാൻ പറ്റുന്ന അത്രയും തകർത്തില്ലേ? പിന്നെ ഇപ്പം നേർക്ക് നേരെ നിൽക്കുന്നത് അഭിയേട്ടനല്ല. അച്ഛൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കാൻ സൂര്യേട്ടൻ അഭിയേട്ടനല്ല. പേടിയായിട്ടാ ചേച്ചി, മതിയാക്കാം. ഈ യുദ്ധം ഇനിയും ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റാത്തോണ്ടാ. അച്ചോ, സ്റ്റോപ്പ് ഇറ്റ്, മതി. ആ സൂര്യയെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കാനാണെങ്കിൽ ഈ അവന്തിക പേടിക്കില്ല. അഭിയേട്ടന് വേണ്ടി കുറേ കാര്യങ്ങൾ ഞാനും ചെയ്തിരുന്നു, പപ്പയുടെ വാക്ക് ധിക്കരിച്ചിട്ട്. അഭിയേട്ടനായിരുന്നെങ്കിൽ ഇത് ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ ഇന്ന് അവൻ എന്നെ വെല്ലുവിളിച്ചേ. പപ്പയുടെ മുമ്പിൽ ഞാൻ ഇന്ന് ഒന്നും അല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ അങ്ങനെ വേഗത്തിൽ വിട്ടുകൊടുക്കാനും തോറ്റു കൊടുക്കാനും എനിക്ക് മനസ്സില്ല. നീ പൊക്കോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ചേച്ചി, ഞാൻ എൻ്റെ ഈശ്വര, ഇത് പ്രശ്നത്തിൽ നിന്നും വലിയ പ്രശ്നങ്ങളിലേക്കാണല്ലോ പോകുന്നത്. to the belly, had a flooded out wish. I got K's in the bank, in that bag I can't lift. If the chopper tryna sing, then we might just hit a wreck. All the diamonds be so shiny, and I thought it